ഓക്കെ, തുടങ്ങാം പിള്ളേരെ. കേൾക്കാൻ പറ്റും? ഗൂഗിൾ മീറ്റ് വരെ ഗൂഗിൾ മീറ്റ് വരെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇന്നലെ നമ്മള് എവിടെ വരെയാ പഠിച്ചു നിർത്തിയത്? ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയായിരുന്നോ? ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മള്. അത് ഒന്നും കൂടെ പറയാൻ ഞാൻ, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കേട്ടോ. അപ്പൊ ലോക്കൽ അഡ്മിനിസ്ട്രേഷനിൽ എത്ര ആയിട്ടാണ് രാജ്യത്തെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഏതൊക്കെയാണ്? ഷിക്ക്, പർഗാനാസ്, വില്ലേജസ് അല്ലേ? ഷിക്കുകളുണ്ട്, പർഗാനകളുണ്ട്, വില്ലേജുകളുണ്ട് അല്ലേ? ഷിക്കുകള്, പർഗാനകള്, ഗ്രാമങ്ങള്. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അതൊന്നും കൂടെ നമുക്ക് നോക്കാം. Local administration, how they learned about the features of central administration of the Sultanate. Let's examine the administrative system at the local level. For the convenience of administration, the empire was divided into provinces, sheikhs, parganas and villages. ഏതൊക്കെയാണ്? provinces, sheikhs, parganas and villages. Separate officers were appointed for each divisions. Their authority was not hereditary. അത് നോട്ട് ചെയ്ത് വെച്ചോണം. Their appointed was not hereditary. ഇവരുടെ നിയമനം ഒരിക്കലും പാരമ്പര്യമായിരുന്നില്ല. The maintenance of law and order, judicial administration, collection of taxes and organization of the army were the chief duties of these officers. They were under the direct control of the Sultan. But the Sultan did not directly intervene in the administration of the villages. അതായത് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് പ്രാദേശിക ഭരണത്തെ കുറിച്ചാണ്. ഭരണത്തിന്റെ സൗകര്യത്തിനായിട്ട്
ആ സാമ്രാജ്യത്തെ 4 വിഭജിച്ചിട്ടുണ്ടായിരുന്നു. ഷിക്കുകൾ, പർഗാനകൾ, സംസ്ഥാനങ്ങൾ അഥവാ പ്രൊവിൻസസ് ഉണ്ട്, ഷിക്കുകളുണ്ട്, പർഗാനകളുണ്ട്, ഗ്രാമങ്ങളുണ്ട് എന്നിങ്ങനെ ഭരണ സൗകര്യത്തിനായിട്ട് രാജ്യത്തെ പലതായിട്ട് വിഭജിച്ചിരുന്നു. അത് ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, ഭരണത്തിന്റെ സൗകര്യം എന്ന ലക്ഷ്യം മുൻനിർത്തി കണ്ടാണ് ഇത്തരത്തിലൊരു നടപടി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അങ്ങനെ ഓരോ സമയത്തും ഓരോ ഉദ്യോഗസ്ഥന്മാരെയാണ് നിയമിച്ചത്. മനസ്സിലായോ? ഓരോ ഉദ്യോഗസ്ഥന്മാരെ ഓരോ ഡ്യൂട്ടിക്ക് വേണ്ടി നിയോഗിച്ചു. അവരുടെ അധികാരം എന്ന് പറയുന്നത് ഒരിക്കലും പരമ്പരാഗതമായിട്ടുള്ള അധികാരം ആയിരുന്നില്ല. കൂടാതെ അവരുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്ന ക്രമസമാധാന പാലനം, ലോ ആൻഡ് ഓർഡർ, ജുഡീഷ്യറി അഥവാ നീതിന്യായത്തിന്റെ നിർവഹണം, ഭൂനികുതി പിരിക്കൽ, കളക്ഷൻ ഓഫ് ടാക്സ്, സൈനികമായിട്ടുള്ള സംഘാടനം, മിലിറ്ററി ഓർഗനൈസേഷൻ, സൈനിക സംഘാടനം എന്നിവയൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി ആയിട്ടുണ്ടായിരുന്നത്. മനസ്സിലായോ? ഇവരെല്ലാവരും തന്നെ സുൽത്താന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ആയിരുന്നു. മനസ്സിലായോ? ഇവരെല്ലാവരും തന്നെ സുൽത്താന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ആയിരുന്നു. എന്നാല് നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു എങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കണം, ഏറ്റവും താഴെ തലത്തിലുള്ള ഭരണമാണ് ഗ്രാമഭരണം. ആ ഗ്രാമഭരണത്തില് സുൽത്താൻ ഒരിക്കലും നേരിട്ട് ഇടപെട്ടിട്ടില്ലായിരുന്നു. സുൽത്താന്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? മനസ്സിലായോ ഇത്ര ഭാവം? ഈ സൽത്താൻ എന്ന വാക്കിന്റെ അർത്ഥം എന്നത് എന്താണെന്ന് അറിയാമോ? അധികാരം എന്ന് പറയുന്ന പദത്തിൽ നിന്നുമാണ് സൾട്ട് എന്ന ഒരു പദമുണ്ട്. ആ സൾട്ട് എന്ന പദത്തിൽ നിന്നുമാണ് സൽത്താൻ എന്ന ആ ഒരു വാക്ക് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. മനസ്സിലായോ? ഇതിന്റെ അർത്ഥം അധികാരം, അതായത് ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ മേലുള്ള അധികാരം, ആധിപത്യം എന്നിവ സൂചിപ്പിക്കുന്നതാണ് എന്ത്? സൽത്താൻ എന്ന പദത്തിന്റെ അർത്ഥം. അതായത് പവർ, അധികാരം. മനസ്സിലായോ? ഇത്രയും ഭാവം മനസ്സിലായോ? പിന്നെ ഉള്ളത് തുർക്കിയുടെ പാരമ്പര്യമാണ്. തുർക്കി ഹെറിറ്റേജ്, അതെങ്കിൽ തുർക്കിയുടെ പാരമ്പര്യം പിന്തുടരുന്നവരായിരുന്നു സുൽത്താൻമാര്. കേട്ടോ? രാജാവ് എന്ത് ചെയ്തു? തങ്ങളുടെ കുടുംബാംഗങ്ങളെ നിയന്ത്രിക്കുന്നത് പോലെയും മറ്റുമാണ് അവിടെ ആളുകളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഓരോ വകുപ്പിനും ഓരോ ഉദ്യോഗസ്ഥന്മാരുണ്ടായി. നമ്മൾ ഇന്നലെ പറഞ്ഞു, മമാലിക് അല്ലെ, വസീർ, മമാലിക് അല്ലെ. അപ്പോൾ ഇതൊക്കെ ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. മമാലിക്, വസീർ, അതൊക്കെ അറിയാലോ? ഓക്കെ. സോ ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇക്ത സിസ്റ്റം ആണ്.
Ikta system. During the beginning of the Sultanate period, the country was divided into different parts, and these were entrusted with the nobles who were also the military commanders. These divisions were known as Ikta system, and their holders were known in different name as Iktadas, Mukti and Walis. അവര് പല പേരുകളിൽ അറിയപ്പെടും. ഇക്തദാർ, മുക്തീസ് ആൻഡ് വാലീസ്. The revenue collection and judicial administration of these divisions were the main duties of these Iktadas. There were also duties bound to maintain and army of their own. They used part of the revenue collection from the Ikta, their own expense, and the rest for conducting the administration, but they were not provided with independent authority. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, അത് നമ്മൾ പറഞ്ഞതാണ് അല്ലെ? ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, അതായത് ഇവിടെ സുൽത്താനേറ്റ് ഭരണത്തിന്റെ തുടക്കകാലത്ത്, അതായത് ആദ്യകാലത്ത് രാജ്യത്തെ പല വിഭാഗങ്ങളായിട്ട് വിഭജിച്ചുകൊണ്ട് പ്രഭുക്കന്മാരെ ഏൽപ്പിച്ചു. അതായത് എങ്ങനെയുള്ള പ്രഭുക്കന്മാരെയാണ്? സൈന്യത്തിന്റെ മേധാവിത്വം വഹിക്കുന്ന പ്രഭുക്കന്മാരെ ഏൽപ്പിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ ഇക്ത എന്നും അവ കൈവശം വെച്ചിരുന്നവരെ ഇക്തദാർ, മുക്തികൾ, വാലികൾ എന്നീ പേരുകളിലും അറിയപ്പെട്ടു. മനസ്സിലായോ? അപ്പോൾ ഇത്തരത്തിൽ ഏൽപ്പിച്ചിട്ടുള്ള ഈ ഭൂമിയിലെ നികുതി പിരിവിന്റെ ചുമതല ഇക്തദാർമാർക്കും മുക്തികൾക്കും വാലികൾക്കുമായിരുന്നു. ഇവരെ പൊതുവെ ഈ 3 വിഭാഗങ്ങളുണ്ട്. ആ 3 വിഭാഗത്തെ പൊതുവെ അറിയപ്പെടുന്നത് ഇക്തദാർ. ആ ഇക്തദാർമാർക്കായിരുന്നു, ഒന്നാമത്തെ വിഭാഗമായ ഇക്തദാർമാർക്കായിരുന്നു അവരുടെ അതിൽ നികുതി പിരിക്കാനുള്ള അവകാശം. ചില ആളുകൾ 6:15 വന്നിട്ട് ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ട് ജോയിൻ ആകുന്നില്ല. പിന്നെ അവർക്ക് പറയാമല്ലോ, സാറേ ഞാൻ ജോയിൻ ചെയ്യാൻ ശ്രമിച്ചു, പറ്റുന്നില്ല.
നിങ്ങളോട് കൃത്യസമയം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. 5:50 ഒക്കെ ആദ്യം കയറിയിട്ടുള്ളവർക്ക് അറിയാം. 5:45 മുതലേ ഞാനിവിടെ വന്നിരിപ്പുണ്ട്. നിങ്ങള് നിരുത്തരവാദപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുക, എന്നിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാരണം നിരത്തുക. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ 6 മണിക്ക് ശേഷം ജോയിൻ ചെയ്യിപ്പിക്കാൻ സാധിക്കില്ല. അത് ഞാൻ നോട്ട് വിസിബിൾ ആക്കിയിട്ടിരിക്കുകയാണ്. തന്നെ നോട്ട് വിസിബിൾ ആയി പോയിക്കോളും. അതുകൊണ്ട് ക്ലാസ്സിന് കയറാൻ ആഗ്രഹിക്കുന്നവര് ആ കൃത്യസമയത്ത് വരികയാണെങ്കിൽ ജോയിൻ ആകും, അല്ലെങ്കിൽ അവിടെ കിടക്കും. നോക്കൂ, ഇത് കൂടാതെ തന്നെ, നികുതി പിരിവ് കൂടാതെ തന്നെ അവർ സ്വന്തമായിട്ട് ഒരു സൈന്യത്തെ കൂടെ നിലനിർത്തണമായിരുന്നു. അവര് ഒരു സ്വന്തമായിട്ട് സൈന്യത്തെ കൂടെ നിലനിർത്തണമായിരുന്നു. അപ്പോൾ അങ്ങനെ നികുതി പിരിവിന്റെ ചുമതല അവർക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പിരിച്ചെടുക്കുന്ന നികുതിയുടെ ഒരു വിഭാഗം അവരുടെ സ്വന്തമായിട്ടുള്ള ചെലവുണ്ട്. അവരുടെ സ്വന്തം ചെലവിനും ബാക്കിയുള്ളവ ഭരണനിർവഹണം നടത്താനും ഉപയോഗിച്ചു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയുമെല്ലാം ഉണ്ടെങ്കിൽ പോലും അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു അധികാരം ഇല്ല. കേട്ടോ? അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നു പോയതിനു ശേഷം സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ അതിന്റെ പൂർണ്ണാവസ്ഥയിലെത്തിയപ്പോഴത്തേക്കും ഇവർക്ക് കൂടുതൽ നിയന്ത്രണങ്ങളായി. ഇക്തദാന്മാർക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടായി. ഈ ഇക്തകളാണ് പിന്നീട് എന്തായി മാറിയത്? പ്രവിശ്യകളായിട്ട് മാറിയത്. ഓക്കെ, മനസ്സിലായല്ലോ? The local administration divisions and the respective officers of Sultanate period. Province ഉണ്ട്. മുക്തി, വാലി. പ്രൊവിൻസ് നിയന്ത്രിച്ചുകൊണ്ടിരുന്ന മുക്തീസും വാലീസും ചേർന്നാണ്. ഷിക്കുകളുണ്ട്. ഷിക്കുകൾ നിയന്ത്രിച്ചിരുന്നത് ഷിക്താർ ആയിരുന്നു. പർഗാനാസ് ഉണ്ടായിരുന്നു. ആമിൽ, വില്ലേജ് എന്ന് പറയുന്ന യൂണിറ്റ് നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് മുക്തം. മനസ്സിലായോ? അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതില് സുൽത്താനേറ്റ് കാലത്തെ പ്രാദേശിക ഭരണവും അതിൽ ചുമതല വഹിച്ചിരുന്ന ആളുകളെയും കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? പ്രവിശ്യ എന്ന് പറയുന്ന യൂണിറ്റിന്റെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് മുക്തി അഥവാ ബ്രാക്കറ്റ് വാല്യൂ, മുക്തി വാല്യൂ എന്ന് പറയുന്ന വിഭാഗമാണ് പ്രവിശ്യയുടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. ഷിക്കുകളുടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് ഷിക്താർമാരായിരുന്നു. പർഗാനകളുടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് ആമിലായിരുന്നു പർഗാനകളുടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. നാമം മുക്തന്മാരായിരുന്നു ഗ്രാമം ഭരിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായല്ലോ? അടുത്തത്
അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്കറ്റ് റിഫോംസ് ആണ്. അതായത് കമ്പോള പരിഷ്കരണം. എന്താണ്? കമ്പോള പരിഷ്കരണമാണ് നമുക്കിനി നോക്കാനുള്ളത്. മനസ്സിലായോ? The Sultanate rule of Delhi based on the strength of the army. The sultans always paid attention to maintain a well-equipped army. Market regulation of allowing Khalji was a reforms implemented with the intention of maintaining a large army with less expenditure. It was necessary to control the prices of essential commodities to reduce the military expenditure. As part of this, the government fixed the prices of essential commodities. Hence, the merchant were forced to sell their product at the fixed price. Black marketeers and holders were strictly punished. The weights and measures were unified. The government established granaries to store two grains bought from the peasants. അതായത് ഇവിടെ നടന്ന മറ്റൊരു കാര്യമാണ് കമ്പോള പരിഷ്കരണം. സുൽത്താൻമാരുടെ ഭരണം, ഡൽഹി ആസ്ഥാനമാക്കി ഭരിച്ചുകൊണ്ടിരുന്ന സുൽത്താൻമാരുടെ ഭരണം സൈന്യത്തിൽ അധിഷ്ഠിതമായിരുന്നു. ദ ബേസ്ഡ് ഓൺ ആർമി. അങ്ങനെ സുശക്തമായ ഒരു സൈന്യത്തെ എപ്പോഴും സന്നദ്ധമാക്കി നിർത്തുന്നതിനായിട്ട് സുൽത്താൻമാര് ശ്രദ്ധിച്ചിരുന്നു. ഖൽജി, അലാവുദ്ദീൻ ഖൽജി ഭരണത്തിലെ അലാവുദ്ദീൻ ഖൽജി വളരെ കുറഞ്ഞ ചിലവില് വളരെ വലിയൊരു സൈന്യത്തെ അദ്ദേഹം നിലനിർത്തിയിരുന്നു. മനസ്സിലായോ? അങ്ങനെ കുറഞ്ഞ ചിലവിൽ വലിയ സൈന്യത്തെ നിലനിർത്തി അദ്ദേഹം. അങ്ങനെ നിലനിർത്തുന്ന ഒരു ഉദ്ദേശത്തിനു വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? നടപ്പിലാക്കിയ ഒരു പരിഷ്കരണമാണ് അല്ലെങ്കിൽ ഒരു റിഫോമാണ് മാർക്കറ്റ് റിഫോം അഥവാ കമ്പോള പരിഷ്കരണം.
സൈനികന്മാരുടെ ചിലവ് കുറയ്ക്കുന്നതിനായിട്ട് അവശ്യ സാധനങ്ങളുടെ ചിലവ് നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണെന്ന് അദ്ദേഹം കരുതി. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിനായിട്ട് അവശ്യ സാധനങ്ങളുടെ വില സർക്കാർ നിശ്ചയിച്ചു. അപ്പോൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ആ വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കാൻ വ്യാപാരികൾ നിർബന്ധിതരായി. പണ്ട് കാലത്ത് ചിലപ്പോൾ ഒരു കടയില് ഒരു വിലയും മറ്റേ കടയിൽ വേറെ വിലയും ആയിരിക്കും. ഇപ്പോഴങ്ങനെയല്ല. ഇവിടെ നോക്കുക, സർക്കാർ ഒരു വില നിശ്ചയിച്ചു കൊടുക്കും. ആ വിലയ്ക്ക് വേണം വ്യാപാരി ആ സാധനം വിൽക്കാനായിട്ട്. അല്ലാതെ വ്യാപാരിക്ക് ഇഷ്ടമുള്ള വിലയിൽ വിൽക്കാൻ സാധിക്കുകയില്ല. മനസ്സിലായോ? വ്യാപാരിയുടെ ഇഷ്ടമായ വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കാൻ വ്യാപാരിക്ക് സാധിക്കത്തില്ല. ഓക്കെ, മനസ്സിലായല്ലോ? വ്യാപാരിയുടെ ഇഷ്ടമായ വിലയ്ക്ക് വ്യാപാരിക്ക് സാധനങ്ങൾ വിൽക്കാൻ സാധിക്കുകയില്ല. പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവ നൽകുന്നവർക്ക് എന്ത് ചെയ്തു? കഠിനമായിട്ടുള്ള ശിക്ഷ നൽകി. പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നീ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷയാണ് നൽകിയത്. അളവ് തൂക്കങ്ങൾ എന്നിവ യൂണിഫൈഡ് ചെയ്തു, അതായത് ഏകീകരിച്ചു. സർക്കാർ മറ്റൊരു കാര്യം ചെയ്തത്, സർക്കാർ ഗ്രാനറീസ്, അത് ധാന്യപ്പുരകൾ സ്ഥാപിച്ചു. അതുകൂടാതെ തന്നെ കർഷകരിൽ നിന്നും ധാന്യങ്ങൾ വാങ്ങി ആ ഗ്രാനറീസില് അല്ലെങ്കിൽ ആ ധാന്യപ്പുരകളില് സൂക്ഷിച്ചു വെക്കാനും തുടങ്ങി. അങ്ങനെ സൂക്ഷിച്ചു വച്ച ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങള് ഫാമിൻ കാലത്ത് അല്ലെങ്കിൽ ക്ഷാമം ഉണ്ടാകുമ്പോൾ മിതമായ വിലയ്ക്ക്, കൊള്ളവിലയ്ക്കല്ല, വളരെ മിതമായ വിലയ്ക്ക് ജനങ്ങൾക്ക് നൽകി. ഓക്കെ, ഇത്രയും ഭാഗം മനസ്സിലായല്ലോ? Distributed during the time of famines at a moderate price. അതായത് ക്ഷാമകാലത്ത് മിതമായ നിലയ്ക്ക് ധാന്യങ്ങൾ വിതരണം ചെയ്തു. Officers were appointed for strict implementation of the market regulation. As a result of, the soldiers were able to purchase commodities at a moderate price. Hence there was no need to pay them high salaries. Through this, as the Sultan, the military expenditure and the amount they saved was utilized enhanced strength of the army. Examine the role of market reforms in strengthen the military power during the Sultanate period. അതൊരു വർക്കാണ്. സമയത്ര പിള്ളേരെ? ഓക്കെ,
അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയും അത് കൃത്യമായിട്ട് നടപ്പിലാകുന്നുണ്ടോ എന്നും അറിയുന്നതിനായിട്ട് ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ നിയമിച്ചു. ഇതിന്റെ ഫലമായിട്ട് സൈനികർക്ക് കുറഞ്ഞ ചിലവില് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ, സാധനങ്ങൾ വാങ്ങാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇത്തരത്തിൽ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉയർന്ന വിലയ്ക്ക് അവർക്ക് സാധനങ്ങൾ നൽകേണ്ടി വന്നില്ല. ഇത്തരം നടപടികളിലൂടെ സുൽത്താൻ എന്ത് ചെയ്തു? സൈനിക ചിലവ് കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ കുറഞ്ഞ ചിലവിലൂടെ കിട്ടിയ വരുമാനം കൊണ്ട് വീണ്ടും സൈന്യത്തിന്റെ ബലം വർദ്ധിപ്പിച്ചു. കൂടുതൽ സൈനികരെ നിയമിച്ചു. അവിടെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ചെയ്യുക. കമ്പോള പരിഷ്കരണം കൊണ്ട്, അല്ലേ, കമ്പോള പരിഷ്കരണം സുൽത്താനേറ്റ് കാലത്തെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ എത്ര പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. എന്തെങ്കിലും പങ്ക് വഹിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ടീച്ച്മെന്റ് കാര്യം ഉണ്ടോടെ പിള്ളേരെ? അവിടെ അടുത്തത് മുഗൾ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഏതാണ്? മുഗൾ അഡ്മിനിസ്ട്രേഷൻ ആണ് അടുത്തത്. ശ്രദ്ധിക്കുക. The Mughal administration. It was on a clear rainless day in the month of Kartika that the great emperor Akbar Shahid Jalil passed away. The news spread like fire in the forest. The people felt suddenly often and insecure without their sire. Terror raged everywhere. The hearts of men trembled with dire apprehension. Their faces became drained on color. At this time, I was sitting on threshold on my home. I heard drumful which came as a shock and sudden blow. It made me shake with a violent, uncontrollable agitation. I read and losing my balance fell down the stairs in a faint as all the houses
Those were kept close to merchant. Stop sitting at the shop. Nice clothes and ornaments were all buried under the ground. People started keeping their socks ready. They started wearing coarse clothes. You could not recognize the status of a person's. The rich and poor look alike. Fear was visible on all faces, but there was no need to, since the country free from thieves and robbers. അതായത് കാർത്തിക മാസത്തിൽ ഒരു ദിനത്തിൽ മഴ മാറിയ ഒരു ദിവസത്തിലാണ് മഹാനായ ചക്രവർത്തി അക്ബർ ഷാഹി ജലാൽ ആഗ്രയിൽ മരണപ്പെട്ടത്, അന്ത്യശ്വാസം വഹിച്ചത്. മനസ്സിലായോ? അങ്ങനെ ആഗ്രയിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുന്നു. ആരാണ്? അക്ബർ ഷാഹി ജലാൽ. അങ്ങനെ അദ്ദേഹത്തിന്റെ മരണ വാർത്ത കാട്ടുതീ പോലെ എങ്ങും പടർന്നു. ജനങ്ങൾക്ക് അവർ അനാഥരാക്കപ്പെട്ടതായിട്ട് തോന്നി. അങ്ങനെ നാടെങ്ങും ഭയം ദൃശ്യമായി, ഭീതി പടർന്നു നാടെങ്ങും. എല്ലാവരുടെയും മുഖം വിവർണമായി. എന്താ വിവർണമാകുക? എല്ലാവരുടെയും മുഖം ഒരുതരം ദുഃഖപൂർണമാകുക, അല്ലെങ്കിൽ ഒരു തരം വികൃതമാകുക എന്നൊക്കെ പറയാം, അല്ലേ? അപ്പോൾ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഞാൻ എൻ്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഇരിക്കുകയായിരുന്നു. അതിൽ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഒരു പടിയുണ്ടല്ലോ, കണ്ടിട്ടില്ലേ? ആ പടിയിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. എനിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. എന്റെ സമനില നഷ്ടപ്പെട്ട് ഞാൻ മറിഞ്ഞു വീഴുകയാണോ എന്ന് പോലും തോന്നിപ്പോയി. ഓക്കെ, എല്ലാവരും എന്ത് ചെയ്തു? ഈ ഒരു വാർത്ത കേട്ടുടനെ വീടുകളുടെ വാതിലുകളെല്ലാം തന്നെ അടച്ചു. വ്യാപാരികൾ എന്ത് ചെയ്തു? അവരുടെ കടകളടച്ചു. സ്വർണം പോലെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ അവർ മണ്ണിൽ കുഴിച്ചിടാൻ തുടങ്ങി. പണമുള്ളവൻ എന്ത് ചെയ്തു? വളരെ വൃത്തിഹീനമായ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു. അങ്ങനെ അവൻ പാവപ്പെട്ടവനാകാൻ ശ്രമിച്ചു. അങ്ങനെ ഈ വസ്ത്രധാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്നും പണക്കാരനെയും ദരിദ്രനെയും തിരിച്ചറിയാൻ സാധിക്കാതെ വന്നു. അപ്പോൾ എല്ലാ മുഖത്തും ഭയം ദൃശ്യമായി. അങ്ങനെ ഭയം എല്ലാവരുടെ മുഖത്ത് ദൃശ്യമായിരുന്നു. പക്ഷെ
കള്ളന്മാരോ അതേപോലെ തന്നെ കൊള്ളക്കാരോ അത്തരത്തിലുള്ള ആളുകളിൽ നിന്നുമൊക്കെ രാജ്യം മുക്തമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഭയത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ലായിരുന്നു. അവിടെ കൊള്ളക്കാരും കള്ളന്മാരും ഒന്നും ഇല്ലായിരുന്നു. ആദക്കഥാനക്ക് BC 1665 ബനാറസിദാസ് എഴുതിയ ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ട് ചില വരികളാണ് നമ്മളിവിടെ വായിച്ചത്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ മുഗൾ വംശം എന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, മുഗൾ വംശം എന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ ഓക്കെ.